അയ്യേ ഇത് എന്തൊക്കെയാണ് ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് മാസങ്ങൾ കുറെ ആയി. ഇപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ പല തരത്തിലുമുള്ള സംഭവ വികാസങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് പരമ കഷ്ടമെന്ന് പറഞ്ഞാൽ പരമ കഷ്ടമെന്ന് എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മാതിരി ഊളത്തരങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ അനുമോള് അതോടൊപ്പം തന്നെ അനീഷിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. കാരണം രണ്ടുപേരും കൂടി ഇപ്പോൾ മുഖാമുഖം ഫൈറ്റിന്റെ കാര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടുകൊണ്ടാണ് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതെന്ന് പറയുന്നത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെയും പൊക്കി പറയുന്നില്ല, ഒരാളെയും ഞാൻ ഇതാക്കി പറയുന്നില്ല, ഒരാളെയും സപ്പോർട്ട് ചെയ്തും പറയുന്നില്ല. രണ്ടുപേരും കാണിക്കുന്നത് പരമ മണ്ടത്തരം എന്നല്ല, പരമ ബോറായിട്ടുള്ള കാര്യമാണ്, വെറുപ്പീര് സംഭവമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ല ഇത് തുടർന്നു പോകാനാണെങ്കിൽ സത്യം പറയാലോ ഉള്ള ഇഷ്ടം കൂടി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത് ഇത് നിർത്തുന്നതായിരിക്കും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ അനുമോളിനെ അനീഷിനെയും കണ്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ ആലോചിച്ച് ഇവരെന്തുവാടേ ഇങ്ങനെ ഭയങ്കര ബോറായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അതിന് അനുമോളുടെ സ്റ്റോറി ഉണ്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു പോയി. കാരണം എന്തുവാ അനുമോൾ ഇട്ടിരിക്കുന്ന സ്റ്റോറീസ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ ഇത്രയും ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അനുമോൾ പല കാര്യങ്ങളും അനുമോൾക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പല ചോദ്യങ്ങളും. അപ്പൊ അതിനോടൊക്കെ തന്നെ വളരെ സൗമ്യമായിട്ടൊക്കെയാണ് അനുമോൾ അങ്ങോട്ട് മറുപടി കൊടുത്തിരുന്നതെന്ന് പറയുന്നത്. അതിനൊക്കെ തന്നെ വളരെയധികം പക്വത അനുമോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇല്ലായിരുന്നെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഇന്നൊരു ഒറ്റ ദിവസം അനുമോളുടെ സ്റ്റോറീസ് കണ്ടിട്ട് ഞാൻ അയ്യോ മോശം 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 എന്നുള്ള തരത്തിൽ ഞാൻ ഇങ്ങ് ചിന്തിച്ചു പോയി. കാരണം ആ ഒരു സ്റ്റോറി കണ്ടപ്പോഴത്തേക്കും, കാരണം അമ്മാതിരിയുള്ള കുറേയധികം ഒരു സ്റ്റോറി ഒന്നും അല്ല, കുറേയധികം സ്റ്റോറീസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതും അത് കാണുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് തോന്നിപ്പോകും. കാരണം അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ പറയുന്ന രീതിയിൽ അനുമോൾ അതിൻ്റെ അത് വിജയിച്ചു, കപ്പടിച്ചു, പൈസ കിട്ടി, ആ ഒരു ഫെയിം കിട്ടി, ഓക്കെ. അതിപ്പം ബാക്കി എന്തോ ആയിക്കോട്ടെ, അത് ഈ ചെവി കൂടെ കെട്ടി ഈ ചെവി കൂടെ കളഞ്ഞ് അനുമോളുടെ കാര്യം നോക്കി പോവുക, പ്രശ്നം തീർന്നല്ലോ. പക്ഷെ അത് ഏറ്റെടുത്തുകൊണ്ട് അനുമോള് ഇപ്പോ അങ്ങ് എന്താ പറയുക തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളെന്ന് പറയേണ്ടി വരും. കാരണം അത് പരമ ബോറായിപ്പോയി. സ്റ്റോറീസൊക്കെ തന്നെ ഒരുമാതിരി വെറുപ്പിന്റെ സ്റ്റോറീസാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അനുമോളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അനീഷിന്റെ ഇതിലൂടെ ഞാൻ വരികയാണ്. കാരണം അനീഷ് ശരിക്കും പറഞ്ഞാൽ അനീഷ് അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഈ പറയുന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ 7 ഒക്കെ കഴിഞ്ഞു, അവസാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് അനീഷിന് വിന്നറാവാൻ സാധിച്ചിട്ടില്ല, ഓക്കെ. അത് അനീഷ് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ടൈം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അനീഷിന് അതിൻ്റെ അകത്ത് വിജയിക്കാനായിട്ടുള്ള അർഹത ഉണ്ടായിരുന്നു. ഞാൻ 100% ഞാൻ പറയുന്നു, വിജയിക്കാനായിട്ടുള്ള അർഹത അനീഷിന് ഉണ്ടായിരുന്നു. അനീഷ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അനീഷിന് കപ്പ് നേടാമായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്രയ്ക്കും ഒരു കോമണർ ആയിട്ടുള്ള ഒരു വ്യക്തി അതിൻ്റെ അകത്ത് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം കാര്യങ്ങൾ കൈവിട്ട് പോയി. അത് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക. അനീഷ് പുറത്തിറങ്ങിയപ്പോൾ പോലും വേറെ തരത്തിലുള്ള കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അനീഷിന്റെ ഓരോ പ്രവർത്തികളിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ അനുമോളോട് പ്രത്യേക എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ബിഗ് ബോസിന്റെ കപ്പ് കിട്ടാത്തതിൽ വളരെ വലിയ തോതിലുള്ള ഒരു നിരാശ, സ്വാഭാവികമായിട്ട് നിരാശയുണ്ടാവും. പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടാകും. കാരണം താൻ വിചാരിച്ചിരുന്നെങ്കിൽ തനിക്ക് കപ്പടിക്കാനായിട്ടുള്ള ഒരു അർഹത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ആളിലൊരു ഇതുണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷെ അത് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. അനീഷിനെ പോലൊരു വ്യക്തി, അത്രത്തോളം പക്വതയുള്ള ഒരു വ്യക്തി, അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിന് പകരം ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഫൈറ്റിലോട്ടൊക്കെ കാര്യങ്ങൾ മാറുന്നത് മഹാമോശമാണ്. ഞാൻ അനീഷിനെ കുറിച്ചും പറയുകയാണ്, മഹാമോശമാണ് ആ രീതിയിൽ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും, അനീഷായാലും അനുമോളായാലും, ഇത് ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ വൺ റോളിനുള്ള നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് രണ്ടുപേർക്കും നെഗറ്റീവായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഈ സീസൺ കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും വേറെ വലിയ തോതിലുള്ള ട്രോളുകളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ആയിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു. സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു. ഇനി വീണ്ടും കുത്തി പൊക്കുന്ന തരത്തിലോട്ട്, സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിക്കുന്ന തരം, അത് PR വിഷയത്തിന്റെ കാര്യമായാലും എന്ത് ചക്കയാലും എന്ത് ചുണ്ണാമ്പായാലും ഒക്കെ തന്നെയും അതൊക്കെ വെറുതെ കുത്തിപ്പൊക്കുന്ന തരത്തിൽ, വെറുതെ നാറ്റക്കേസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വീണ്ടും എത്തിക്കരുത്. അത് ഈ പറയുന്ന രീതിയിൽ അനീഷിന്റെ കാര്യമായാലും അനുമോളുടെ കാര്യമായാലും ഞാൻ എടുത്തു പറയാണ്. ഞാൻ ആരെയും ഈ പറയുന്ന രീതിയിൽ പൊക്കിയും പറയുന്നില്ല, താത്തിയും പറയുന്നില്ല. രണ്ടുപേരുടെ കൂടിയാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി
മണ്ടത്തരമെന്ന് മാത്രമല്ല പരമ ബോറായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പക്വത പാലിക്കേണ്ടത് രണ്ടുപേരും അനിവാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അനിമോളുടെ സ്റ്റോറീസ് കാണുമ്പോൾ പോലും എനിക്ക് തോന്നിയത് അനിമോൾ ഒട്ടും പക്വത പാലിച്ചിട്ടില്ല എന്ന് വേണം എടുത്ത് പറയാനായിട്ട്. കാരണം അനിമോളെ സംബന്ധിച്ചിടത്തോളം ഈ അനീഷ് ആ ഒരു കുറിപ്പ്, ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ആ ഒരു കുറിപ്പാണ്. അനീഷ് എഴുതി ചേർത്ത ആ ഒരു കാര്യമാണ്. അവാർഡ് കിട്ടി. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അനിമോളും അവാർഡ് കൊടുക്കുന്ന തരത്തിലോട്ട് ആ ഒരു ചടങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അനിമോൾക്കും അവാർഡ് കിട്ടി കേട്ടോ. ഞാനത് പിന്നെയാണ് അറിയുന്നത് അനിമോൾക്കും അവാർഡ് കിട്ടിയെന്നുള്ളത്. അനിമോൾക്കും അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പക്ഷേ അനീഷിന് അവാർഡ് കൊടുത്തതിൽ അനിമോളും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഫോട്ടോസ് അനീഷ് പങ്കുവെച്ചതിൽ അനിമോളിന്റെ പേര് എഴുതിയിട്ട് അനിമോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന രീതിയിൽ ടെലിവിഷൻ രംഗത്ത്, കോമഡി രംഗത്ത് ആ ഒരു തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു അനീഷ് ചേർത്തത്. അതിൽ ബിഗ് ബോസ് വിന്നർ എന്നുള്ള രീതിയിൽ അനീഷ് ചേർത്തിട്ടില്ലായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ പ്രശ്നങ്ങൾ വേറൊരു തരത്തിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വലിയ തോതിൽ ഊതിപ്പെരിപ്പിച്ച് എന്തോ വലിയ വിഷയമാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അനീഷ് അത് എഴുതി ചേർത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ ഒരു വലിയ വിഷയമായി മാറുന്നത്? ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്കറിയാലോ BB7 ടൈറ്റിൽ വിന്നർ ആരാണ് എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം. അപ്പോൾ അതിന് അനീഷ് എഴുതിയില്ല എന്ന് കരുതിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ടൈറ്റിൽ വിന്നർ അനുമോ അല്ലാതാകുമോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം മാറുമോ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ വിമർശിച്ചത് ഈ പറയുന്ന രീതിയിൽ കുറെ അന്തം ഫാൻസിനെയാണ് ഞാൻ വിമർശിച്ചതെന്ന് പറയാം. അത് അനുമോളുടെ ഭാഗത്തു നിന്നായാലും അനീഷിന്റെ ഭാഗത്തു നിന്നായാലുമുള്ള സപ്പോർട്ടേഴ്സിനെയാണ് ഞാൻ വിമർശിച്ചത്. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ അനുമോളെ വിമർശിക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന രീതിയിൽ അനീഷിനെ ഞാൻ വിമർശിക്കുന്നുണ്ട്. രണ്ടുപേരും സംയമനം പാലിച്ചാൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവരും ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് നിങ്ങൾക്ക് നാറ്റക്കേസ് ഉണ്ടാക്കി വെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിന് നിങ്ങളും തുനിഞ്ഞിറങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം അനിമോൾ ഇന്നലെ ആ സ്റ്റോറി ഇട്ടത് ഓക്കെ, ഒരു സ്റ്റോറി, അതിനൊരു മറുപടി എന്നുള്ള തരത്തിൽ ഒരു സ്റ്റോറി കൊടുക്കുന്നത് ഓക്കെ എന്ന് പറയാം. പക്ഷെ ഇതല്ല, ഇത് ചറപ്പറ അതും ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ഒരുമാതിരി എന്താ പറയാ, കേട്ടോണ്ടിരിക്കാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോസ് ആയിട്ടും അതിൻ്റെ തനിമോളിട്ടുണ്ടായിരുന്നു. മുട്ടേറെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാവുന്ന ടൈപ്പ് കുറേ ഇട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിയാണ് വന്നത്, സത്യം പറയാമല്ലോ, എനിക്കത് കണ്ടിട്ട് എനിക്ക് ശരിയാണ് വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അനുമോൾ അത് ചെയ്യണ്ടായിരുന്നു. അനുമോൾ ഈ ചെവികൂടെ കളയേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിനു മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കും പറയുന്നുണ്ട്, അതിലൊക്കെ തന്നെ അനുമോൾ വളരെ നീറ്റായിട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടായിരുന്നല്ലോ ഓരോ മറുപടി നൽകി. പക്ഷേ ഇതിൽ മാത്രം എന്തായിരുന്നു? അപ്പോൾ അനുമോൾക്ക് അത് ഇപ്പോൾ അനീഷ് അനുമോളുടെ ടൈറ്റിൽ വിന്നർ ആണ് എന്ന് പറയാതിരുന്നതിൽ അനുമോൾക്ക് അത് വളരെ വലിയ ഇതിൽ ഉള്ളുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അനുമോൾ ഈ ചെയ്ത കാര്യം തന്നെയും ഇപ്പോൾ അനീഷ് ഈ പറയുന്ന രീതിയിൽ ടൈറ്റിൽ വിന്നർ എന്നുള്ള ഒരു ഇത്, ഇപ്പോൾ PR വിഷയം അനുമോൾ തന്നെ അതിൻ്റെ അകത്ത് സ്റ്റോറിയാക്കി പറയുന്നുണ്ട്. PR അല്ല, ജനങ്ങളാണ്, ഇതാണ് പലതവണ ഈ പറയുന്ന രീതിയിൽ അനുമോൾ സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അനുമോൾക്ക് അനുമോളുടേതായ വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അനുമോൾ അത് മുന്നോട്ട് അത് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ സ്റ്റോറി ഇട്ട് ഒരുമാതിരി വെറുപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അനുമോൾ എത്തിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം അത് വീണ്ടും ഈ പറയുന്ന രീതിയിൽ ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഒരു ഇടയുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. കാരണം സീസൺ എല്ലാം അവസാനിച്ച് ഇപ്പോൾ കുറേ മാസങ്ങളായി. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ആ ഒരു ചുരുങ്ങിയ ഗ്യാപ്പിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്ന കാര്യങ്ങൾ വന്നാൽ പിന്നെ നമുക്ക് ഓക്കെ ആ ഒരു രീതിയിൽ കുറച്ച് നാൾ കാണുമെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ശാന്തമായി എല്ലാം അടങ്ങിയിരുന്ന് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് രണ്ടു കൂട്ടരും വരിക എന്ന്. അപ്പോൾ അനീഷിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം അനീഷ് ചെയ്തെങ്കിൽ അത് തിരിച്ച് അതേപോലെയുള്ള ഒരു ഇത് അനുമോളും ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെന്ത് വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം അനീഷ് അവിടെ എന്ത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു കാര്യം അനീഷ് പറഞ്ഞു, അതിൽ അനുമോളെ ഹർട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അനുമോളെ എന്താ പറയാ അങ്ങ് നാണം കെടുത്തുന്ന രീതിയിലോ ഒന്നും തന്നെ അതിൻ്റെ അകത്ത് അനീഷ് ഒന്നും പറഞ്ഞിട്ടില്ല. അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അല്ലാതെ ഇപ്പോൾ ടൈറ്റിൽ വിന്നർ BB വിന്നർ എന്നുള്ള ഇത് പറഞ്ഞില്ല എന്ന് കരുതി ഇപ്പോൾ എന്ത് കുന്തമാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അത് പറഞ്ഞില്ല എന്ന് കരുതി എന്താ അനുമോൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അനുമോൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. അതിപ്പോൾ അനീഷിന്റെ വായിൽ നിന്ന് പറഞ്ഞില്ല എന്ന് കരുതി എന്തു ഇരിക്കുന്നു? നാട്ടുകാർക്ക് അറിയാം BB7 വിന്നർ ആരാണ് എന്നുള്ളത്, നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതിനെ ആ ഒരു കണ്ണുകൊണ്ട് കണ്ടാൽ പോരെ, അല്ലെങ്കിൽ അതിനെ പോട്ടെ എന്ന് എഴുതി വിട്ടാൽ പോരെ? അതിനെ കുത്തിപ്പൊക്കി അങ്ങ് അതിനെ വേറൊരു പരുവത്തിൽ എത്തിച്ച് അത് ഒരു എന്താ പറയുക അനുമോൾ ഏറ്റെടുത്ത് പിന്നെ അത് അനീഷ ഏറ്റെടുത്ത് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് നാട്ടുകാരെ മുഴുക്ക വേർപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് മഹാ തെണ്ടിത്തരമാണ്, മഹാ ചെറ്റത്തരമാണ്, മഹാ മോശമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ദയവേത് നിങ്ങൾ ഈ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തുന്നത് നല്ലത്. അല്ല, ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും അത് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് അനുമോളും അതോടൊപ്പം തന്നെ അനീഷും ഈ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇപ്പോൾ.